അങ്ങനെ അനു ക്ഷേത്ര പരിസരത്തു നിന്നുള്ള തത്സമയ വിവരങ്ങൾ ശാലിനിയും ചിൻറ്റുവും പങ്കുവച്ച് കഴിഞ്ഞു. നമ്മളും അവിടെ തന്നെയാണുള്ളത്. ഒരു ചെറിയ മാറ്റമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. നമ്മൾ അമ്മയുടെ തിരുസന്നിധിയിൽ തിരുനടയിൽ നേർ മുൻപിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പിന്നിലായി കാണുന്ന ഓല കൊണ്ടുള്ള പാട്ടുപുരയുണ്ട്. അവിടെയാണ് തോറ്റംപാട്ടുകാരുള്ളത്. ഉത്സവം തുടങ്ങി എല്ലാ ദിവസവും കണ്ണകി ചരിത്രത്തിലെ ഓരോ ഭാഗമായി തോറ്റംപാട്ടുകാർ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. നാളെ പൊങ്കാല ദിവസത്തെ പാണ്ഡ്യരാജാവിൻ്റെ വധമാണ് പാടുക. അതിനുശേഷമാണ് പൊങ്കാലയ്ക്കുള്ള ചടങ്ങുകളൊക്കെ മറ്റു ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. എന്തായാലും ഇനി മറ്റിടങ്ങളിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലേ. അവിടെ നേരത്തെ തന്നെ റെഡിയായിട്ടുണ്ട്. നമ്മൾ പ്രശാന്തിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പ്രശാന്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, നേരത്തെ അമ്മമാരുടെയൊക്കെ പ്രതികരണം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ക്ഷേത്ര പരിസരത്തേക്ക് വീണ്ടും വരേണ്ടി വന്നത്. എന്തായാലും എങ്ങനെയാണ് പ്രശാന്ത് അവിടെ ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത്? തിരക്ക് ഇങ്ങനെ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും കൂടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണോ? തീർച്ചയായും ഓരോ മണിക്കൂറല്ല ഓരോ നിമിഷം കഴിയുന്തോറും തിരക്കുകൾ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ്. വലിയ തിരക്ക് ഈ കിഴക്കേക്കോട്ടയിൽ അനന്തപുരി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കോട്ടയ്ക്ക് പുറത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെയും നമുക്കറിയാം, ദൃശ്യങ്ങളിലൂടെ കാണാം, വലിയ തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പല ഇടങ്ങളിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കച്ചവടക്കാരുടെ ആയാലും അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദർശനത്തിനെത്തുന്നവരുടെയും പൊങ്കാല നേർച്ചയ്ക്കായി എത്തുന്നവരടക്കമുള്ളവരുടെ വലിയ തിരക്ക് നമുക്കിവിടെയും കാണാൻ കഴിഞ്ഞു. പോലീസിന്റെ അടക്കമുള്ള വലിയ ഒരു സന്നാഹവും, പ്രത്യേകിച്ച് സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതലായി ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സുരക്ഷാ വലയവും പോലീസിന്റെ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വാഹന നിയന്ത്രണങ്ങളടക്കം അതിന്റെ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, വലിയ ഒരു ഉത്സവം കൂടി. ചേച്ചി, പൊങ്കാല അർപ്പിക്കാനായിട്ട് വന്നല്ലേ? എവിടുന്നാ വന്നത്? കണ്ണൂരിന്നാണല്ലേ? കണ്ണൂർ തലശ്ശേരി. 5 വർഷമായി, 5ാമത്തെ വർഷമായി ഈ പൊങ്കാല. അടിപൊളി തന്നെ. എന്തെങ്കിലും പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചാലെല്ലാം നടക്കാറുണ്ട്. ഇതുവരെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. ദേവിയോട് എത്രയാ നമുക്ക് ആ കൃതജ്ഞത തീർത്താലും തീരൂല. അതുകൊണ്ടാണ് എപ്പോഴും വരുന്നത്. എല്ലാവരും 10-12 ആൾക്കാർ വരുന്നുണ്ട്. ഇപ്രാവശ്യം 7 പേരാണ് വന്നത്. നമ്മൾ 12 ആൾ വരാറുണ്ട്. ഇപ്രാവശ്യം പല ആളും ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ 6 പേരാണ് വന്നത്. അപ്പം ശ്രീപത്മനാഭസ്വാമിനെ കണ്ട് ദർശനം കഴിഞ്ഞ് രാവിലെ ആറ്റുകാലിൽ പോയി. എവിടെയാ പൊങ്കാല ഇടുന്നത്? പൊങ്കാല ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഫീസിന്റെ പുറകിലായിട്ട്. എല്ലാവരും കുറെ കാലമായിട്ട് വരുന്നതാണ് ഇവിടെ. രോഹിണി, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുമായി സംസാരിക്കുമ്പോഴെല്ലാം അത് ഉത്തര കേരളത്തിൽ നിന്ന്, അതായത് കോഴിക്കോടും മലപ്പുറം അതോടൊപ്പം തന്നെ കണ്ണൂർ, ഇങ്ങനെ ആ ഒരു മലബാർ മേഖലയിൽ നിന്നുള്ള ധാരാളം ഭക്തർ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് വലിയ ഒരു ജനസാഗരം തന്നെ ഓരോ നിമിഷവും ഈ അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾ, നമ്മൾ ഉത്രാടപ്പച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ അവസാനവട്ട പൊങ്കാലയുടെ കലം വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് കലവും തവിയും ശർക്കരയും അങ്ങനെ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനുള്ള ഒരു തിരക്കിൽ കൂടിയാണ് ഇപ്പോൾ ഭക്തരുള്ളത്. അതിനിടയിൽ പരമാവധി ക്ഷേത്ര ദർശനം കൂടി നടത്തുന്നു. അങ്ങനെ പരമാവധി ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കൊണ്ട് ഈ പൊങ്കാല മഹോത്സവത്തെ ഒരു വലിയ ധന്യമാക്കി മാറ്റുവാനുള്ളൊരു തിടുക്കത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരുക്കത്തിലാണ് ഭക്തജനങ്ങളുമുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി പേർ ഇവിടേക്ക് അനന്തപുരിയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക്. പൊങ്കാല ഇടുന്നില്ല. അവിടെ ടെന്നീസ് ക്ലബിൻ്റെ വെളിയിലുള്ള വലിയ വിളക്ക്, അവിടെ അത് വലിയ പണ്ടാരം കത്തിക്കുമ്പോൾ അവിടെ പോയി നിൽക്കുക. വലിയ വിളക്കുണ്ട്, വിളക്കല്ല, വലിയ പൊങ്കാല. അതെ, കേൾക്കാൻ വയ്യ. ഉണ്ട്. അതെ, എല്ലാ കൊല്ലവും കൂടി വരിക. അമ്മയെ കാണാനുള്ള അതിമോഹം കൊണ്ട് ആളുകൾ ഇങ്ങനെ എരച്ചു വരികയാണ്, മഹാസമുദ്രം പോലെ. അത് അമ്മയുടെ അനുഗ്രഹം. ഒരുപാട് മാറ്റം. ആൾത്തിരക്കും അതിന്റെ ഒരുപാട് വിപുലമായിട്ടുണ്ടല്ലോ, വളരെ വിപുലമായിട്ടുണ്ട്. വളരെ അത് ഇല്ല. ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ ഒരു സ്വന്തം അഭിമാനം, ഞാൻ അഹങ്കാരം എന്ന് പറയില്ല, അഭിമാനം, അനുഗ്രഹം ആയിട്ട് ഈ പൊങ്കാല, അമ്മയുടെ ഈ പൊങ്കാല വളരെ വലുതായിട്ട് വളർന്നു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ പൊങ്കാല ഇടാറില്ല, പക്ഷെ അവിടെ പോയി അതിൻ്റെ പല ഇതിലുമൊക്കെ നമ്മൾ ചേരുന്നുണ്ട്. കൊട്ടാരത്തിനകത്ത് അങ്ങനെ. അതെ,
സൈഡ് 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 അങ്ങനെ ആരുടെ എല്ലാം പ്രതികരണമാണ് കേൾക്കുന്നത്? ഇപ്പോൾ നമ്മളോട് തമ്പുരാട്ടി പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇത് നമ്മുടെ നാടിൻ്റെ അഹങ്കാരമല്ല, അഭിമാനമാണ്. നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊന്നും പറയാൻ പാടില്ല, നമ്മുടെ അഭിമാനമാണ്. അത്രമാത്രം ഭക്തി നിർഭരമായിട്ടാണ് ഓരോ നിമിഷവും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും എടുത്തു പറയേണ്ട കുറേ സേവകരെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനം പോലീസ്, മെഡിക്കൽ ടീം. ഈ നമ്മൾ വന്ന് തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ ഈ ഉത്സവ നാളുകളിലൊക്കെ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക്, ഏതൊരു ഭക്തയ്ക്കും തിരിച്ചറിയാൻ കഴിയും. കാരണം ഉച്ചഭാഷണിയിലൂടെ എപ്പോഴും അവർ ആവർത്തിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്കായുള്ള നിർദ്ദേശങ്ങളാണ്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, അത് നമ്മൾ കാണുന്നുണ്ട് എന്തുമാത്രം അവർ കർമ്മനിരതരായി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി, കരുതലോട് കൂടി തന്നെയാണ് അവർ. എല്ലാവരും തിരക്ക് നിയന്ത്രണം എടുത്തു പറയണം. ഉദ്യോഗസ്ഥർ തുടങ്ങി സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി എല്ലാവരും തിരക്ക് നിയന്ത്രിക്കുന്നതിനും എല്ലാവർക്കും അമ്മയുടെ ദർശനം സാധ്യമാക്കുന്നതിനുമായിട്ടൊക്കെ വലിയ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കി. അമ്മയുടെ ദർശനം കാത്തിരിക്കുന്ന ഒരാളും നിരാശയോടെ മടങ്ങി പോവില്ല എന്ന് ചുരുക്കം. അതോടൊപ്പം നമ്മൾ പ്രശാന്തിൽ നിന്നാണ് നേരെ ക്ഷേത്ര സമിതിയിലേക്ക് വീണ്ടും പ്രശാന്തിലേക്ക് പോയേണ്ടതുണ്ട്. പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ പ്രാവശ്യവും പ്രശാന്ത് അമ്മമാരുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ക്ഷേത്ര സന്നിധിയിലേക്കാണ് എത്തുന്നത്. പ്രശാന്ത്, ഇവിടെയും ആവേശവും ഭക്തിയും ഒക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. പ്രശാന്ത്, അവിടെ നിന്നുള്ള കാഴ്ചകൾ. സ്റ്റാൻഡിന് സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ബസ് സ്റ്റാൻഡിന് സമീപത്തടക്കം ഈ അടുപ്പ് കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ തന്നെ ഓരോരുത്തരുടെ പേര് പല സ്ഥലങ്ങളിൽ നിന്നായി എത്തിയ ഭക്തജനങ്ങളാണ്. അവരുടെ ഓരോരുത്തരുടെയും പേര് ഈ അടുപ്പ് കല്ലിൽ എഴുതി വെച്ച് ഇങ്ങനെ അടുപ്പ് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നാളെ ഈ ഒരു 6 മണി പിന്നിടുമ്പോൾ ഇവിടെ, അല്ലെങ്കിൽ നാളെ പുലർച്ചെ പിന്നിടുമ്പോൾ ഇവിടെങ്ങും നമുക്ക് ഈ വാഹനങ്ങളോ തിരക്കുകളോ ഒന്നും കാണാൻ കഴിയില്ല. ആ ഭക്തജനങ്ങളെ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുക. ഈ അന്തരീക്ഷമാകില്ല. ഒരു രാത്രി കൂടി പിന്നിടുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം മുഴുവനും ഒരു ഭക്തിയുടെ ലഹരിയിലേക്ക് മാറും. ആ ഒരു ആനന്ദ നിർവൃത്തിയിലേക്ക് എത്തിച്ചേരുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. വലിയ ആഘോഷത്തിൽ, വലിയ ഒരു ഒരു നിർവൃതിയിലാണ് ഓരോ ഭക്തരോടും നമ്മൾ പ്രതികരണം ആരായുമ്പോഴെല്ലാം അവരെല്ലാം വളരെ ആത്മനിർവൃതിയിലാണ് ഈ മണ്ണിലേക്ക് എത്താൻ കഴിയുന്നതും. ഈ മണ്ണിൽ ഒരു നിമിഷമെങ്കിലും ഈ പൊങ്കാലയുടെ ഈ മണ്ണിൽ. ചേച്ചി, എവിടുന്നാണ് ചേച്ചി വരുന്നത്? ഭാവനാപുരം ആയിട്ടോ വന്നിരിക്കുന്നല്ലേ? എവിടെയാ പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇവിടെ ഇടാൻ നേരിച്ച് ഗണപതി ഭഗവാന്റെ അടുത്ത് ഇടാൻ നേരിച്ച്. പടവങ്ങാടിയിടും ഗണപതി ഭഗവാൻ. കല്ലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? കല്ല് വാങ്ങിക്കാൻ പോണം. ശരി, പോയിട്ടോ. അങ്ങനെ ആ ഒരു ചിട്ടവട്ടങ്ങൾ ഓരോരുത്തരും പല ഇടങ്ങളിൽ നിന്ന് കലവും അതോടൊപ്പം തന്നെ മറ്റ് അടുപ്പുകളും എല്ലാം കൂട്ടുന്നതിൻ്റെ ഒരു തിരക്ക്, അതോടൊപ്പം സ്ഥലം പിടിക്കുന്നതിന് തിരക്ക്, അതോടൊപ്പം ഇങ്ങനെ ദർശനം നടത്തുന്നതിൻ്റെ ഭഗവാന്റെ ദർശനം, അതായത് പത്മനാഭസ്വാമിയുടെയും അതോടൊപ്പം ആറ്റുകാലമ്മയുടെയും എല്ലാം ദർശനം നടത്തണം. ഇങ്ങനെയെല്ലാം അതിൻ്റെ ഒരു തിരക്കിൽ കൂടിയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഈ തിരക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അമ്മമാരുടെയും ഒരു വലിയ തിരക്ക്, ഈ പൊങ്കാല നേർച്ച അർപ്പിക്കാൻ വന്നവരുടെ ഒരു തിരക്ക് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും ഈ അനന്തപുരി ഒന്നാകെ ഒരു ഭക്തജന കടലായി മാറിയിരിക്കുന്ന, ഭക്തജന മഹാസമുദ്രം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ പൊങ്കാല മഹോത്സവത്തിൽ ഇവിടെ ഭക്തജന മഹാസമുദ്രമാണ്. ഈ ഒരു സമുദ്രത്തിന്റെ അലയൊലികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോരുത്തരുടെയും മനസ്സിൽ അമ്മ എന്നൊരു ചിന്തയോടെ പൊങ്കാല നേർച്ച അർപ്പിക്കണം. അമ്മയുടെ തിരുമണ്ണിൽ, അനന്തപുരിയുടെ അനന്തപത്മനാഭന്റെ തിരുമണ്ണിൽ, ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് പൊങ്കാല അർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും എത്തുന്നത്. വലിയ ഒരു സ്ത്രീ സമൂഹം തന്നെ. നമുക്ക് ഈ ഒരു വിശേഷണ രീതിയാൽ തന്നെ പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അതിലും ഒരു വലിയ, അതായത് സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ വലിയൊരു ജനസമുദ്രം, അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഒരു വലിയ സാന്നിധ്യവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഈ സ്ഥലത്തെല്ലാം നമുക്ക് കാണാൻ കഴിയും. അവസാന ചിട്ടവട്ടങ്ങളുടെ എല്ലാം ഒരുക്കത്തിലാണ് ഓരോ ഭക്തരും ദർശനം നടത്തുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ സാധനങ്ങൾ അവസാന വട്ടത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ. എവിടുന്നാണ് വരുന്നത്?
പൊങ്കലിടാം. മലയും കീഴും. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ ആണ് പൊങ്കാല നേർച്ച അർപ്പിക്കുവാനായി ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് നടന്നു നീങ്ങാൻ കഴിയാത്തത്ര തിരക്ക്. ഇവിടെ നിന്നും വളരെ സമയം എടുത്തുകൊണ്ടാണ് നടന്ന്. എവിടെ നിന്ന് വരുന്നത്? ആലപ്പുഴ. പൊങ്കാല ആദ്യമായിട്ടാണോ? എന്തോ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവിടേക്ക്? ഒരു എക്സൈറ്റ്മെന്റ്, ഫസ്റ്റ് ടൈം വന്ന ഒരു ഈ വാർത്തകളിലൂടെ കണ്ടിട്ട് വരണമെന്ന് ആഗ്രഹം. ആഗ്രഹത്തോടെയാണോ? ഒരുപാട് ഡ്രീം ഉണ്ട്, അപ്പൊ അതെല്ലാം നടക്കണം. എവിടെയാ പൊങ്കാല ഇടുന്നത്? ഞങ്ങള് ഇവിടെ കുറച്ച് അങ്ങ് സ്ഥലപ്പേര് അറിഞ്ഞൂടാ. സ്ഥലം എല്ലാം അടുപ്പുകല്ലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. അങ്ങനെ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പല സംസ്കാരത്തിൽ അതായത് പല ജില്ലകളിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ കലം വാങ്ങുന്ന അടക്കമുള്ള സജ്ജീകരണങ്ങളും ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കലം നോക്കിയെടുക്കുന്ന അടക്കം ഇവിടേക്ക് എത്തുകയും ഓരോന്നും അങ്ങനെ നോക്കി എടുക്കുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ചേച്ചി എവിടുന്നാ ചേച്ചി വരുന്നത്? മുതുകുളം. ഏത് ജില്ല? അല്ല, കായംകുളം. ആലപ്പുഴ ജില്ല. കലം മേടിക്കുന്നുള്ളൂ? എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഈ വർഷം 2 വർഷം കൊണ്ട് വരുന്നു. 2 വർഷം കൊണ്ട്. നേരത്തെ പറഞ്ഞു വന്നതാ. ഏത് പൊങ്കാല ഇടുന്നത്? മണ്ടപ്പുറ്റാണോ? എങ്ങനെയാ? അല്ലാത്തതാ ഇടുന്നത്, പായസം പോലെ. എല്ലാ വർഷവും 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഇപ്പോൾ വരുന്നു. ഇത് 4ാമത്തെയാ. സാധിച്ചു തരുന്നുണ്ട് എൻ്റെ അമ്മ. ഇതും സാധിക്കാൻ വേണ്ടിയിട്ട് വന്നേത്. സന്തോഷം. വലിയ സംതൃപ്തിയല്ലേ? ആന്നാന്ന്. ഇത് ഞങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാ. എപ്പോഴും കൂടെ ഉണ്ടോ? ഉണ്ട്, കൂടെ ഉണ്ട്. രോഹിണി, അത് തന്നെയാണ് വലിയ ഒരു സന്തോഷത്തിൽ, വലിയ ഒരു ഭക്തിയുടെ ഒരു ലഹരിയിൽ തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഉള്ളത്. അവസാനവട്ടം, അതായത് ഇന്ന് ഒരു രാത്രി കൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് പൊങ്കാല മഹോത്സവത്തിലേക്ക് കടക്കണം. അങ്ങനെ ഒരു അതിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് കടക്കുന്ന കലം. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ കച്ചവടമൊക്കെ? ഇവിടുത്തെ കച്ചവടമൊക്കെ പൊടിക്കാണ്. വില അറിഞ്ഞില്ലാരും. അവര് പറയണ ഇത് ഓട്ടക്കലോന്ന്. നോക്കിയല്ലേ എടുക്കുന്ന കലം? നോക്കിട്ട് തന്നെ കലം എടുത്തിട്ട് നല്ല പാണ്ടിക്ക നല്ല കലം കൊണ്ട് വെച്ചാൽ പറയണ ഓട്ടക്കലോന്ന്. വെള്ളം ഒഴിച്ച് വരെ കൊടുത്തിട്ട് പറയണ്. വില അറിഞ്ഞില്ല. 100 രൂപയാണ് തരുന്നത് ഞങ്ങൾക്ക് പാവങ്ങളെ. ഏത് യാച്യത്തിൽ നിന്ന് കൊണ്ടുവരണ കലം. കച്ചവടവും പൊടി പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കച്ചവടക്കാരുടെ പരിഭവവും നമുക്ക് കാണാൻ കഴിയാം. കലവും അതോടൊപ്പം തന്നെ പൊങ്കാലയിടാനുള്ള തവികൾ അടക്കമുള്ള സാധനങ്ങൾ, ആ സാധനങ്ങൾ വാങ്ങുന്നത് ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വട്ടി, കുട്ട, മുറം ഇതുപോലെയുള്ളത്, അതോടൊപ്പം തൊണ്ട്, ചിരട്ട, അതോടൊപ്പം കൊതുമ്പും ചൂട്ടുമടക്കം പൊങ്കാലയ്ക്ക് തീ കത്തിക്കുവാനുള്ള, അടുപ്പിൽ തീ പകരുവാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കഴിയും. അവസാനപ്പെട്ട ഒരുക്കത്താണ്. പൊങ്കാലയിടാത്തല്ലേ? എല്ലാ വർഷം ആദ്യമായിട്ട് വരുന്നത് കണ്ണൂർ എല്ലാ വർഷം വരുന്നത്. കോട്ടയം, കോഴിക്കോട്, ശൂരനാട്, കൊല്ലം, ശൂരനാട്. എല്ലാ വർഷവും വരാറുണ്ടോ ചേച്ചി? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എവിടെയാ പൊങ്കാലിടുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടേറിയറ്റിന്റെ അടുത്തായിട്ട്, ഇപ്രാവശ്യം അമ്പലത്തിന്റെ അടുത്താണ്. എന്തെങ്കിലും അഭീഷ്ടം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? എങ്ങനെയാണ്? അതെ, എന്റെ മോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എറണാകുളത്ത് കടവന്ത്ര എല്ലാ കൊല്ലം വരാറുണ്ട്. ദേവിയെ അനുഗ്രഹിക്കാറുണ്ട്. സ്വാമിയുടെ ദർശനം കഴിഞ്ഞു. എല്ലാം പഴവങ്ങാടി ഭഗവാനെ കാണണം. സന്തോഷം. ഞങ്ങള് ഒന്നിച്ചുള്ളതാ. ഞങ്ങള് വൈക്കം കോട്ടയം വൈക്കം. മലമ്പുകാട് വൈക്കം. എറണാകുളം മരട്. എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ? എല്ലാ വർഷവും വരാറ്. സൂക്ഷിക്കണം. പറഞ്ഞു വേണ്ടിരുന്നോ? രോഹിണി, വലിയ തിരക്കാണത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. രോഹിണിക്കും എത്ര കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിയാൻ കഴിയുന്നില്ല. ഈ
പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിൽ നിൽക്കുന്നവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഈ കിഴക്കേക്കോട്ടയുടെ മണ്ണ് മുഴുവനും അനന്ത പത്മനാഭന്റെ തിരുമുറ്റം മുഴുവനും ഭക്തജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തിരക്ക് എല്ലാ വർഷവും കഴിഞ്ഞ കൊറോണയുടെ ഒരു സങ്കടകാലങ്ങളെല്ലാം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ എത്തിയതിനപ്പുറത്തേക്ക് ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനും അപ്പുറത്തേക്കാണ് ഇതിൻ്റെ തിരക്കുകൾ എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഭക്തജനങ്ങൾ കൂട്ടമായി എത്തുന്ന കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ പലയിടങ്ങളിൽ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അടുപ്പ് പിടിക്കാനുമായെല്ലാം വലിയ ഒരു കൂട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അതെ പ്രശാന്ത്, എന്തായാലും ആ തിരക്കുകൾ തന്നെയാണ് ഒപ്പിയെടുക്കുന്നത്. നമുക്കറിയാം പ്രശാന്തിനോട് പങ്കുവച്ച അമ്മമാരൊക്കെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. അതിനിടയിൽ ഒരു അമ്മ പരിഭവം പറഞ്ഞു, വാങ്ങിയ കലം അല്പം പൊട്ടിപ്പോയി എന്ന്. എന്തായാലും ആ പരിഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി ആരെടുത്താണ് പോവേണ്ടത്? ശാലിനി തയ്യാറാണ്. അതിനു മുമ്പ് ഭക്തജനങ്ങളോട് എല്ലാവരോടും ഒരുപോലെ പറയേണ്ട ഒരു കാര്യം, മറക്കരുത് ഇത്തവണത്തെ വാക്യം ശുചിത്വ പൊങ്കാല പുണ്യ പൊങ്കാല എന്ന് തന്നെയാണ്. ശുചിത്വം ഉറപ്പാക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ എല്ലാവരും പാലിക്കുക, അതോടൊപ്പം തന്നെ സുരക്ഷാ മുൻകരുതലുകൾ നിർദ്ദേശങ്ങൾ ഇതൊന്നും മറക്കരുത്. ഈ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്കൊക്കെ സ്ഥലം കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാണ്. അതൊന്നും മറക്കരുത്. മറക്കില്ല എന്നറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക്. ഇനി വീണ്ടും ശാലിനിയിലേക്ക് നമുക്ക് പോവാം. ശാലിനി വീണ്ടും ചേരുകയാണ്. ശാലിനി, നേരത്തെ നമ്മളോട് പ്രതികരിച്ചവരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് പ്രശാന്തിനോട് അമ്മ ഒരു ചെറിയ പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കലം ഒന്ന് ചെറുതായി പൊട്ടിപ്പോയെന്ന്. പക്ഷേ ഇനി ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ അറിയണം. കാരണം ദേവിയുടെ ദർശനത്തിനായി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ക്യൂവിന് ശേഷമാണ് ഓരോ ഭക്തനും ഒക്കെ ഈ സന്നിധിക്കുള്ളിലേക്ക്, അമ്മയുടെ തിരുനടയിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം, വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശാലിനി ഇപ്പോൾ എവിടെയാണുള്ളത്? പരിഭവങ്ങൾ പറയുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും. തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ പൂജാ സമയമൊക്കെ ആകുകയാണ്. അപ്പോൾ ഈ ക്യൂ നിന്ന് അല്ലെങ്കിൽ വരി നിന്ന് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തിയ അമ്മമാരും ചിലരൊക്കെ നമ്മളോട് പരിഭവം പറഞ്ഞു. കാരണം കുറേ സമയമായി ക്യൂ നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അത്രയധികം ആളുകൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. രാവിലെ ദർശനം നടത്തിയ പലരുമുണ്ട്, ആദ്യമായി ദർശനം നടത്തുന്നവരുണ്ട്, ആദ്യമായി പൊങ്കാല അർപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പല ഭാവത്തിൽ ദേവിയെ കാണാനായി എത്തിയ ഭക്തരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആറ്റുകാൽ ക്ഷേത്ര നഗരവും അനന്തപുരിയും യാഗശാലയായി മാറാൻ, ആ ഒരു യാഗശാലയായി മാറുന്നതിന് മുൻപ് അമ്മയുടെ അനുഗ്രഹം വാങ്ങി, അമ്മയുടെ ആശീർവാദം വാങ്ങിയൊക്കെ അവരുടെ പൊങ്കാല അടുപ്പിന്റെ അടുത്തേക്ക് സമീപത്തേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഓരോ അമ്മമാർ. ഇവരൊക്കെ ഈ വരി നിന്നൊക്കെ ക്ഷീണിച്ച അമ്മമാരുണ്ട്, പ്രായമായ അമ്മമാരുണ്ട്. അവർക്ക് വെള്ളവും അവരുടെ വിശപ്പും ഒക്കെ അകറ്റാൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. അമ്മ, ആദ്യമായിട്ടാണോ ഈ പൊങ്കാല ഇടാൻ വരുന്നത്? അല്ല. എങ്ങനെയുണ്ട് പൊങ്കാലയ്ക്ക്? തിരക്കുണ്ടോ? തിരക്കുണ്ട്. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? ഇപ്പൊ 6-7 വർഷത്തോളം വന്നിട്ടുണ്ട്. തിരക്ക് കാണുമ്പോ എന്താ തോന്നുന്നേ? മുൻ വർഷത്തെക്കാൾ തിരക്ക് കൂടിയോ? തിരക്ക് കൂടുതലുണ്ട്. ക്ഷീണമൊക്കെ ഉണ്ടോ ഇത്രയും നേരം ക്യൂല്? ക്ഷീണമുണ്ട്. എവിടെയാ പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇടുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷനിന്റെ അടുത്ത്. എവിടുന്നാ വരുന്നത്? ശ്രീമൂലാപുരം. അമ്മ സൂചിപ്പിച്ചതുപോലെ അമ്മ കുറേ വർഷമായിട്ട് പൊങ്കാല ഇടുന്ന ഒരാളാണ്. ഇത്തവണയും മുടങ്ങാതെ എത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സായുജ്യം ആ അമ്മ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് പിന്നിൽ കാണാം, ഇപ്പോഴും ആ വരി അവസാനിച്ചിട്ടില്ല, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഭാഗത്തേക്ക്, അതായത് നടപ്പന്തലിന്റെ പ്രധാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് പണ്ടാര അടുപ്പ് തയ്യാറാക്കുന്ന ഭാഗത്തിന് സമീപത്തായി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ പൊങ്കാല, ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല അത് സ്ത്രീകളുടെയാണ്, സ്ത്രീകളുടെ ശബരിമലയാണ്. പക്ഷേ ഈ വരികളിലൊക്കെ നമുക്ക് കാണാം ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട്, അച്ഛന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അനന്തപുരിയുടെ മാത്രമല്ല, ഒരു പക്ഷേ നാടിന്റെ മുഴുവൻ ഒരു ആഘോഷമായി മാറി. ഒരു പക്ഷേ തലസ്ഥാന നഗരത്തിൽ മറ്റെന്ത് ആഘോഷം വന്നാലും ഇത്രയധികം രാത്രികൾ ഉറങ്ങാതെ ഇത്ര പകലുകൾ ഉണർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര പകലുകൾ സജീവമാകുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഒത്തുകൂടുന്ന, സംഗമിക്കുന്ന ആഘോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അനന്തപുരിയുടെ മഹാ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാലയാണ് എന്നുള്ളതിൽ സംശയമില്ല. അമ്മ, ആദ്യമായിട്ടാണോ പൊങ്കാല ഇടാൻ വരുന്നത്? അല്ല, മൂന്നാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട്? എവിടുന്നാ വരുന്നത്? ഇത് പുനലൂരിന്ന്. തിരക്കൊക്കെ ഉണ്ടോ? തിരക്കൊക്കെ ഉണ്ട്. എന്തൊക്കെയാ നാളെ പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നത്? എന്തോ നിവേദ്യം എന്തൊക്കെയാ തയ്യാറാക്കുന്നത്? പൊങ്കാലയുണ്ട്, തെരളിയുണ്ട്,
മണ്ടപ്പുറ്റുണ്ട്. വിഭവങ്ങൾ അമ്മയ്ക്ക് നൽകാനായി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തൊഴുകൈകളോടെ നിൽക്കുന്ന അമ്മമാരെ കാണാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നില അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, അത് കേൾക്കാതെ ഒരു നിമിഷം പോലും ഇവിടുന്ന് കടന്നു പോകാൻ കഴിയില്ല. അത്രയധികം ആളുകൾ അമ്മയുടെ മന്ത്രങ്ങൾ, അമ്മയുടെ ശരണ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പാടി ഇങ്ങനെ ക്ഷേത്രത്തിൽ ഈ ഒരു രാത്രി വെളുപ്പിക്കാനായി കാത്തിരിക്കുന്ന അമ്മമാരെ നമുക്ക് കാണുകയും ചെയ്യാം. കാരണം അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പോലീസിന്റെ സുരക്ഷാ കവചമുണ്ട്. ഒരാൾക്കും ഇവിടെ വന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വിവിധ ബറ്റാലിയനുകളിൽ നിന്ന് ഏകദേശം 4500-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1000-ലധികം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1000-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. 4500-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ വനിതാ അഗ്നിശമന സേനാംഗങ്ങൾ ഈ ഒരു സുരക്ഷയുടെ ഭാഗമാകുന്നുണ്ട്. ചൂട് അസഹനീയമായ വിധം കൂടുന്ന ഒരു സാഹചര്യമാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളേറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു സുരക്ഷിത പൊങ്കാല നാടിന് നൽകുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും തയ്യാറെടുക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അങ്ങനെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് പൊങ്കാല മഹോത്സവത്തിന്റെ നാളുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെയാണ് 10:15-നാണ് അടുപ്പുവെട്ട് ചടങ്ങുകൾ. അതിനുശേഷം ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ക്ഷേത്രത്തിൽ നിവേദ്യ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷമാണ് വൈകിട്ട് 8:30 കൂടിയാണ് ഇവിടെ വ്രതമനുഷ്ഠിക്കുന്ന 565-ഓളം വരുന്ന കുത്തിയോട്ട ബാലന്മാർ, ആ കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽകുത്ത് ചടങ്ങ് നടത്തുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രത്തിൽ നാളെ നടക്കുകയാണ്. അതിനുശേഷമാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത്. സഹോദരൻ കൂടിയായ മണക്കാട് ശാസ്താവരെ കാണാൻ അങ്ങനെ ദേവി ഇവിടെ നിന്ന് പുറത്തെഴുന്നള്ളത്ത് നടത്തും. ആനപ്പുറത്ത് അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യത്തിൽ ആ ഒരു അകമ്പടിയോട് കൂടിയായിരിക്കും ഈ ഒരു ക്ഷേത്രത്തിലെ നിന്നുള്ള പുറത്തെഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം പിറ്റേ ദിവസം രാവിലെ, അതായത് 14-ാം തീയതി രാവിലെയാണ് പുറത്തെഴുന്നള്ളത്ത് പൂർത്തിയാക്കി ദേവി താലപ്പൊലി ഏന്തിയ ബാലികമാരുടെയും അകമ്പടി പോകുന്ന കുത്തിയോട്ട ബാലന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് തിരികെ എത്താൻ പോകുന്നത്. അതിനുശേഷം വൈകിട്ട് നടക്കുന്ന കുരുതി ദർപ്പണം, ആ കുരുതി ദർപ്പണം പൂർത്തിയാക്കി കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കുന്നതോട് കൂടിയാണ് 2025-ലെ പൊങ്കാല മഹോത്സവം അങ്ങനെ കൊടിയിറങ്ങാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കാർത്തിക നാൾ കൊടിയേറിയ അല്ലെങ്കിൽ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയ ആ ദിവസം മുതൽ തുടങ്ങിയ ആ ഒരു ഉറങ്ങാത്ത രാത്രികൾ അനന്തപുരിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നമ്മൾ കാണുന്നത് പോലെ അമ്മയുടെ ഇഷ്ട വഴിപാടായ നാരങ്ങാവിളക്ക് ചടങ്ങുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന. അമ്മമാരിവിടെ നാരങ്ങാവിളക്ക് ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ, അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെയായി ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. നമുക്കറിയാം ഏകദേശം ക്ഷേത്രത്തിൽ നിന്നും 40 കിലോമീറ്ററിന് അപ്പുറത്തേക്കാണ് ഈ ഒരു പൊങ്കാല വ്യാപിച്ചു കിടക്കുന്നത്. നാലാഞ്ചിറ, കേശവദാസപുരം ഉൾപ്പെടെ കിള്ളിയാറിന്റെ മറുകരയിൽ, അതായത് കണ്ണകി ചരിതം പറയുകയാണെങ്കിൽ മധുര ചുട്ടി ചാമ്പലാക്കി വരുന്ന കണ്ണകി ദേവിയെ സമാധാനിപ്പിക്കാൻ ആറ്റുകാൽ നിവാസികൾ പൊങ്കാല അർപ്പിച്ച അമ്മയെ ഇവിടെ സമാധാനത്തിൽ ഇവിടെ ശാന്തയാക്കി ഇരുത്തി എന്നുള്ളതാണ് ആ ഒരു ഐതിഹ്യം പറയുന്നത്. പാണ്ഡ്യരാജാവിന്റെ ഒരു വിഗ്രഹമൊക്കെ കഴിഞ്ഞ് മധുര ചുട്ടി ചാമ്പലാക്കി വരുന്ന കണ്ണകി ദേവി ഏറ്റവും കോപാകുലയായി വരുന്ന ദിവസമാണ് നാളെ. ആ ഏറ്റവും കോപാകുലയായി വരുന്ന ദിവസം അമ്മയുടെ മനസ്സ് ശാന്തമാക്കാൻ, അമ്മയുടെ മനസ്സിൽ ഭക്തിയുടെ ഒരു പ്രസാദം നൽകാൻ, അല്ലെങ്കിൽ ഇനി ഒരു രീതിയിലുള്ള കോപവും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ കിള്ളിയാറിന്റെ തീരത്തുള്ള ആറ്റുകാൽ നിവാസികൾ അന്ന് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച അമ്മയെ ഇവിടെ സമാധാനത്തോടെ ശാന്തമായിട്ടൊക്കെ ഇരുത്തി മധുരയിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂർ വഴി അമ്മ ആറ്റുകാൽ എത്തി എന്നുള്ളതാണ് ആ വിശ്വാസത്തിൽ പറയുന്നത്. എന്തായാലും ആ ഒരു ചടങ്ങും ആ ഒരു തോറ്റംപാട്ടുകാർ ആ ഭാഗമൊക്കെ നാളെ ഇവിടെ പാടി തീർന്നതോടുകൂടിയാണ് 9:45 നാളെ ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ നടക്കാൻ പോകുന്ന. ആ ശുദ്ധ പുണ്യാഹ ചടങ്ങിന് ശേഷമാണ് രാവിലെ 10:15 ക്ഷേത്രത്തിന് തിടപ്പള്ളിയിൽ ഒരുക്കിയിട്ടുള്ള പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് അനു, രോഹിണി, അനന്തപുരി ഒരു യാഗശാലയായി മാറാൻ. ഒരു പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാത്ത രാത്രികൾ ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ. ആട്ടവും പാട്ടും കലാപരിപാടികളും ഒപ്പം തന്നെ വിളക്കുകെട്ട് ചടങ്ങുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ വിശേഷാൽ ചടങ്ങുകളായ വിളക്കുകെട്ട് മഹോത്സവങ്ങൾ നടന്ന് ഒപ്പം തന്നെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അങ്ങനെ ഉറങ്ങാത്ത രാത്രികൾ. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ മാത്രം വേദികൾ ഉണരുക, അവിടെ മാത്രം പരിപാടികൾ അവതരിപ്പിക്കുക, ക്ഷേത്രം മാത്രം അല്ലെങ്കിൽ അവിടെയുള്ള പരിസരം മാത്രം ഉണർന്നിരിക്കുന്ന അന്തരീക്ഷം. പക്ഷേ ആറ്റുകാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു നഗരം മുഴുവൻ ഉണർന്നിരിക്കുന്ന ദിവസങ്ങൾ, ഒരു നഗരം മുഴുവൻ വേദികളായി മാറുന്ന, ഒരു നഗരം മുഴുവൻ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തിരുമുറ്റമായി മാറുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ആറ്റുകാലിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഗിന്നസ് റെക്കോർഡ് ഇത്തവണ ശാലിനി പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു നഗരം മുഴുവൻ ഉണർന്നിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധാരാളം പേർ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം പലരും ആകാംക്ഷയോടുകൂടി വന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് വിശേഷങ്ങൾ ചോദിച്ചാലോ? അവരെല്ലാവരും വരൂ വരൂ വരൂ.
എവിടുന്നാണ്? എറണാകുളത്ത് നിന്ന് കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. എത്ര ദിവസം മുന്നേ എത്തി? ഞങ്ങൾ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ എത്തി. എല്ലാ വർഷവും വരും. അമ്മയെ കാണുന്ന ഒരു ബസ്സാണ് ഞങ്ങൾ വരുന്നത്. 49 നമ്പർ. അതായത് ബന്ധുക്കളാണോ? ഇല്ല, ഞങ്ങൾ കടവന്ത്രയുള്ള അമ്പലത്തിൻ്റെ അടുത്തുള്ള ചുറ്റുവട്ടമുള്ള കുറച്ച് പേരായിട്ട് വരും. അപ്പോൾ എല്ലാവരും കൂടി ഒരു ബസ് പിടിച്ച് ഇന്ന് വെളുപ്പിനെത്തി. അപ്പോൾ ഇന്ന് താമസമൊക്കെ എങ്ങനെയാണ്? പഴവങ്ങാടിയാണ് താമസം. അപ്പോൾ അവിടെ തന്നെ പൊങ്കാലയിട്ട് ഇന്നിപ്പോൾ തൊഴുത് അവിടെ പഴവങ്ങാടി പൊങ്കാലയിട്ട് നാളെ വൈകിട്ടാവുമ്പോൾ തളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിക്കും. മോള് എത്രാമത്തെ പ്രാവശ്യം? ഞാനിപ്പം 3ാമത്തെ പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യം. തുടർച്ചയായി തന്നെ വരുന്നുണ്ട്? മാക്സിമം നോക്കാറുണ്ട് വരാൻ വേണ്ടി. വലിയ സന്തോഷമാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ കൊണ്ടുവരുന്ന കൂടെ വന്നവർ വളരെ ഹാപ്പിയാണ്. അതാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ്. അവരൊക്കെ ഹാപ്പിയാണ്, അവർ സന്തോഷമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളൊരു 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി അറേഞ്ച് ചെയ്യും. ഇത് നിങ്ങളുടെ സംഘം വലുതായി ഇപ്പൊ ഒന്നും പറയണ്ട. അതിനു മുമ്പ് ചോദിക്കും ബുക്കിംഗ് എടുക്കണല്ലേന്ന്. അങ്ങനെ പോരുക അങ്ങോട്ട്. അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. ഭഗവതി ഒന്ന് തൊഴുക, അതാണ് മെയിൻ. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്താവശ്യപ്പെട്ടാലും അമ്മ തരും. തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ പറ്റുമെങ്കിൽ പൊങ്കാലയ്ക്ക് ഒന്നുകൂടി കാണാം. താങ്ക് യു. അങ്ങനെ ഓരോരുത്തരും ആവേശത്തിൽ തന്നെയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ബസ് പിടിച്ചാണ് അവർ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്നത്. നേരത്തെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളുടെ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, മാത്രം വിദേശത്ത് നിന്നുള്ളവരുണ്ട്. ഓരോ വർഷവും ഈ ഒരു ദിവസം മാത്രം ഇങ്ങനെ കണക്കിലാക്കി ഈ പ്രാവശ്യത്തെ പൊങ്കാല കഴിയുമ്പോൾ ഇനി അടുത്ത പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പ് തന്നെയായിരിക്കും തുടങ്ങുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഒരു പക്ഷേ നേരത്തെ തുടങ്ങുന്നവരുണ്ടാവും, നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അതിലേറ്റവും ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഈ ആറ്റുകാൽ പരിസരത്തുള്ള ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ 1 വർഷം മുമ്പേ ആരംഭിക്കണം. ഇല്ലെങ്കിൽ അതുപോലും കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം നീണ്ട കാത്തിരിപ്പാണ്. അതുമാത്രമല്ല, നമ്മളോടൊക്കെ പങ്കുവച്ച അമ്മമാർ ഓരോ പൊങ്കാല അർപ്പണവും കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർക്കിനി അടുത്ത കാത്തിരിപ്പ് എന്ന് പറയുന്നത് അടുത്ത ആഗ്രഹ സബലീകരണം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആഗ്രഹ സബലീകരണത്തിന്റെ, ഭക്തിയുടെ, നിർവൃതിയുടെ ഒക്കെ ഒരു മുഹൂർത്തം തന്നെയാണ്. നമുക്കിനി പ്രശാന്തിലേക്ക് പോകേണ്ടതുണ്ട്. പ്രശാന്ത്, നേരത്തെ പഴവങ്ങാടി പരിസരത്ത് തന്നെയായിരുന്നു പ്രശാന്ത്. അവിടെ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, പഴവങ്ങാടിയും കടന്ന്, അതായത് കിഴക്കേക്കോട്ടയും പഴവങ്ങാടിയും കടന്ന് തമ്പാനൂരേക്ക് എത്തി നിൽക്കുകയാണ് ഞങ്ങൾ. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കുറേ അമ്മമാർ ഇവിടെ ഈ അടുപ്പുകൾ പിടിച്ച് ആ അടുപ്പ് കൂട്ടി അതോടൊപ്പം തന്നെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? കൊട്ടാരക്കരയിൽ നിന്ന്. എല്ലാ വർഷവും വരാറുണ്ടോ? നേരത്തെ സ്ഥലം പിടിച്ചു അല്ലേ? അമ്മ എവിടെ നിന്നാണ് വരുന്നത്? കായംകുളത്ത്. ഈ എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത്? 22 വർഷം കൊണ്ട് ഇവിടെ തന്നെയാണല്ലേ? എങ്ങനെ എല്ലാ വർഷവും പൊങ്കാലിടുന്ന ഒരു ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരുന്നുണ്ടോ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ എത്തും. നമുക്കിവിടെ കാണാം എല്ലാവരും നേരത്തെ തന്നെ എത്തി. ഇവിടെ ഇന്ന് നാളെ ആവുമ്പോൾ 3 ദിവസമാവും. ഇന്ന് 2ാമത്തെ ദിവസമാണ്. 3 ദിവസമായോ? നാളെ ആവുമ്പോൾ 3 ആവും. ഇന്ന് 2 ആയി. എവിടെയാ താമസിക്കുന്നത്? ഓച്ചറയാ. ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ബസ് സ്റ്റോപ്പിൽ തന്നെയാണോ? ഇവിടെ ഇനി കുളിക്കാനും ഒക്കെ അങ്ങ് പോകും. പോലീസുകാരെ സമീപിച്ച് ഞങ്ങൾ അങ്ങ് പോകും കുളിക്കാൻ. ഇപ്പൊ കുളിച്ചിട്ട് വന്നതാ. ഭക്ഷണവും മറ്റൊക്കെ ഹോട്ടലിൽ പോയി ഉച്ചയ്ക്ക് ചായ കുടി. നാളെ ഇവിടുന്ന് കിട്ടും. അപ്പൊ 3 ദിവസമായിട്ട് ഈ കല്ലുകളൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലേ? കല്ലൊക്കെ പിടിച്ചിട്ടിരിക്കുക. എന്തൊക്കെ പൊങ്കാല? പായസം. പിന്നെ തരളിയ ഇന്നാള് പുരിയും തരളിയ. ഇപ്പൊ ഇപ്രാവശ്യം ഇല്ല, പായസമേ ഉള്ളൂ. ചേച്ചി എല്ലാ വർഷവും വരാറുണ്ടോ? ഉണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ പുള്ളിക്കണക്ക് 2ാം കുറ്റി, കായംകുളം. 3 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. രാത്രി കിടന്നുറങ്ങുന്നതെല്ലാം എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം ഹോട്ടലിൽ നിന്നൊക്കെയാണ് കഴിക്കുന്നതൊക്കെ. അമ്മ ഉണ്ടാകുന്നൊരു വിശ്വാസമാണല്ലേ ഇവിടെ? ഇങ്ങനെ തീർച്ചയായും അമ്മയുണ്ട്, അമ്മ കൂടെ ഉണ്ട്. അതുകൊണ്ടല്ലേ വരുന്നത് എല്ലാ വർഷവും. രോഹിണി, നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ തമ്പാനൂരാണ്. തമ്പാനൂര് ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഇവർ
കിടന്നുറങ്ങുന്നതും 3 ദിവസമായിട്ട്. അതൊരു വലിയ ഒരു അനുഭവമാണ്. കാരണം നമ്മൾ ഈ ഒരു മാറിയ കാലത്ത് നമുക്ക് സ്വന്തം വീടിൽ നിന്ന് പുറത്തിറങ്ങാല്ലേ മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോലും തയ്യാറാകാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും. അപ്പോൾ ഈ പൊങ്കാല സമയത്ത് ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ എത്തുന്നു. ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ അവരുടെ സാധനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ അടുക്കി വെച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങും. രാത്രി ഇവിടെ തന്നെ കിടന്നുറങ്ങും. തൊട്ടപ്പുറത്ത് മറ്റെവിടെങ്കിലും പോയി ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് പോയതിനു ശേഷം വീണ്ടും ഇവിടെ വരും. അങ്ങനെ ഈ അടുപ്പുകല്ലൊക്കെ കൂട്ടി ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ഇവിടെ കഴിയണം. അമ്മയും 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടല്ലേ? എങ്ങനെ ഈ അമ്മയുടെ തിരുമുമ്പിൽ ഇവിടെ വന്നിങ്ങനെ ഈ പൊങ്കാലയ്ക്ക് മുമ്പ് പൊങ്കാല അർപ്പിക്കാനായിട്ട് അമ്മയുടെ തിരുമുമ്പിലേക്ക് വരികയാണ് ഇവിടെ. അപ്പൊ എങ്ങനെയാ ഒരു അനുഭവം? നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അമ്മമാരുടെ പ്രതികരണങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി പ്രശാന്ത്, എന്തായാലും പ്രശാന്തിലേക്കൊക്കെ എത്താം. ഇനി അടുത്ത മണിക്കൂറുകളിലും തത്സമയ റിപ്പോർട്ടുകളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ നിന്നുള്ള ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. ലൈവ് റിപ്പോർട്ട് അടുത്ത മണിക്കൂറുകളിൽ മാത്രമല്ല നാളെ രാവിലെ മുതൽ തന്നെ ജനം ടി വി സുസജ്ജമായി അമ്മയുടെ തിരുസന്നിധിയിൽ തന്നെ ഉണ്ട്. മാത്രമല്ല നഗരത്തിൽ എവിടെയൊക്കെ പൊങ്കാലുണ്ടോ അവിടെയെല്ലാം ഞങ്ങളുടെ ക്യാമറകളിൽ എത്തും, ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എത്തും, പ്രതിനിധികളൊക്കെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സുസജ്ജമാണ് ജനം ടി വി. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പൊങ്കാല ആശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും ഭക്തിയുടെയും നിർവൃതിയുടെയും ഒക്കെ പൊങ്കാല ആശംസകൾ നേരുകയാണ്. നമസ്തേ.